ലൈഫ് സ്റ്റൈൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സുബിന നിജേഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മിസിസിപ്പി മഡ് ഡ്രിങ്ക് ആണ്. ഇത് പേരൊന്നും കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഈ നമ്മൾ സാധാരണ എല്ലാവരും ഷേക്ക് അടിക്കണ ആൾക്കാരാണ് അല്ലേ. നമ്മളുടെ കയ്യിലുള്ള മാമ്പഴം കിട്ടിയാൽ നമ്മൾ ഷേക്ക് അടിക്കും, അതല്ലെങ്കിൽ വെറുതെ ഐസ്ക്രീം കിട്ടിയാൽ ഷേക്ക് അടിക്കും, ബിസ്ക്കറ്റ് കിട്ടിയാൽ ഷേക്ക് അടിക്കും, വെറുതെ എങ്കിലും ബൂസ്റ്റ് ഇട്ടിട്ടായാലും ഷേക്ക് അടിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ മിസിസിപ്പി മഡ് ഡ്രിങ്കിൽ നമ്മൾ ഈ പാലിൽ നമ്മൾ മിക്സ് ചെയ്യണത് കേക്കാണ്. നമ്മൾ കേക്ക് വെച്ചിട്ട് നമ്മൾ അടിക്കാറില്ല അല്ലേ. അപ്പോൾ ഈ മിസിസിപ്പി മഡ് ഡ്രിങ്കിൽ അടിക്കണത് കേക്കാണ്. ബാക്കിയുള്ളതും ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് കപ്പ് കേക്കാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേറെ ഏത് കേക്കാണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ, അതല്ലെങ്കിൽ നമ്മുടെ പ്ലം കേക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര റേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും കുടിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് അറിയാം. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഒരു ഡെക്കറേഷനാണ്. കുറേ നമ്മുടെ നട്ട്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യണം അതാന്ന് തോന്നുന്നു. അതിനെ കാണുമ്പോൾ ഉള്ളൊരു വലിയൊരു സംഭവമാക്കി മാറ്റണത്. ഞാൻ അങ്ങനെ വലിയ ഡെക്കറേഷനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ചോക്ലേറ്റ് സോസ് ഒഴിക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് സോസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. മിഠായി ഉണ്ടാവുമല്ലോ, ഡയറി മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മിഠായി മേടിച്ചിട്ട് നമ്മളത് ഡബിൾ ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ അത് മെൽറ്റായിട്ട് വരും, അത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് പെട്ടെന്ന് ഇപ്പോൾ പാലൊക്കെ കട്ടയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് അതൊക്കെ മെൽറ്റായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാണുമ്പോൾ അതൊക്കെ മെൽറ്റായിരുന്നു. ഇപ്പോൾ ഐസ്ക്രീം ആയാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ മെൽറ്റായ പരുവത്തിലായിരുന്നു. അപ്പോൾ പക്ഷെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐസ്ക്രീം അപ്പം തന്നെ നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് അടിച്ച് നോക്കണം. മെൽറ്റാവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇത് എന്ന് വെച്ചാൽ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ച് വല്ലാതെ തെറ്റായി വരുമ്പോഴേക്ക് ഏതാണ്ടൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മിസിസിപ്പി മഡ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. പിന്നെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടയായിട്ടുള്ള പാലാണ്. അതിൽ ഒരു പാക്കറ്റ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അടുത്ത കട്ട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇടാണ് കേട്ടോ. കുറച്ച് ഇരുന്നിട്ട് മെൽറ്റായി പോയി. ഇപ്പോൾ 1 ലിറ്റർ പാല് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് സോസാണ്. പിന്നെ വാനില ഐസ്ക്രീം, 4 സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീം, അതുപോലെ തന്നെ 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര കുറച്ചിടാം. അത്യാവശ്യം മധുരം ഇതിന് എല്ലാത്തിനും ഉണ്ട്. അപ്പം മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി, അധികം ആവണ്ട. അപ്പോൾ 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് കിട്ടാൻ കാരണം ഇതാണ്. ഇത് നമ്മുടെ കേക്കാണ്. കേക്ക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ചോക്ലേറ്റ് കേക്ക്, കപ്പ് കേക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കേക്ക് വേണമെങ്കിലും എടുക്കാം ചോക്ലേറ്റിൻ്റെ. ഇതിപ്പോൾ ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്കാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് കേക്ക് പൊടിച്ചതാണ്. അതിൻ്റെ പകുതി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കാൻ നോക്കാം. ആദ്യം ഇതാ നമ്മൾ കേക്കാണ്, കേക്ക് പൊടിച്ചത് നമ്മളതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ
ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഐസ്ക്രീം കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റ് ഐസ്ക്രീം മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് സോസാണ് കേട്ടോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് കേക്കാണ്, ഈ കേക്ക് കപ്പ് കേക്കാണ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞില്ലേ, കപ്പ് കേക്കാണ്. അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റ് ബോളുകളാണ് കേട്ടോ, ചോക്ലേറ്റ് ആണത്, ബോളാക്കി എടുത്തതാണ്, വലിയ സംഭവമൊന്നുമല്ല. എന്ത് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്, നമുക്ക് ഇന്നതൊന്നുമില്ല. പലതരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് മിസിസിപ്പി മഡ് ഡ്രിങ്ക്. നമുക്ക് ഇഷ്ടമുള്ള പോലെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ.